ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസത്തെ ബ്രേക്കിന് ശേഷം ഇന്ന് വന്നിട്ടുണ്ട്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ ഞാനിതിൻ്റെ മുന്നൊരു ഫ്രൈഡേ ഓഫ് ഡേയുടെ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ക്യാബ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാധാരണ പോവാറ് ഒരു ഡ്രൈവർ ഉണ്ട്, അവരാണ് എന്നെ കൊണ്ടുപോവാറ്. അവനിന്ന് ലീവായതുകൊണ്ട് ഞാനിന്ന് ടാക്സിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് കലാപരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ റെഡി ആവുന്നതും ഫുഡാക്കുന്നതൊക്കെ ഒരു ബഹളമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും. ഓക്കെ. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ടാവുന്നത് ഈ കിച്ചണിൽ നിന്നാണ് കേട്ടോ. ഞാൻ രാവിലെ കഴിക്കാനുള്ള ഫുഡ്, ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള ഫുഡ് അതൊക്കെ പ്രിപ്പയർ ചെയ്യും. പിന്നെ രാത്രി മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുടിക്കാനുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് കൊണ്ടുപോകുന്നത് ലഞ്ചിന്. ചപ്പാത്തിയും ബീഫ് ലിവറില്ലേ, അത് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു നൈറ്റ്. അപ്പോൾ അതും കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ടിഫിൻ ബോക്സിലാക്കി. ഇനി ഫുഡാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ ജ്യൂസാണല്ലോ കുടിക്കുക, അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി റെഡി ആവാനുണ്ട്, കുറേ പണികളുണ്ട്. ഇനി ഇവിടെ ഷടപടയെന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കുളിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഞാൻ പോകാൻ ടൈമിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഈ സ്മൂത്തിയാണ് കുടിക്കാറുള്ളത്. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇക്ക നല്ല ഉറക്കിലാണ് കേട്ടോ. ഞാൻ പോകുന്ന സമയത്തൊന്നും എണീറ്റിട്ടുണ്ടാവില്ല. ഇക്ക കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടിക്ക് പോവുക, ഞാനാണ് ആദ്യം പോവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. 7:35 ആയിട്ടുണ്ട്. 8 മണിക്കാണ് കേട്ടോ ഡ്യൂട്ടി. അപ്പോൾ താഴെ പോയിട്ട് ഇനി ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കാനുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കുറേ ട്രാഫിക്കും ഒക്കെ ആയിട്ട് 8 മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് എത്തണം. അപ്പോൾ എനിക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഓഫീസിലേക്ക് കാറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ എത്തും. പക്ഷേ പോകുന്ന വഴിക്കുള്ള ട്രാഫിക്കാണ് പ്രശ്നം. ഇതാണ് ഈ ഞാൻ പോകുന്ന വഴിക്ക് ഒരുപാട് സിഗ്നൽസ് ഉണ്ട്. സിഗ്നൽസ് ഇല്ലാത്ത റൂട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ഡ്രൈവർ എന്നെ കൊണ്ടുപോയത് ഒരുപാട് ട്രാഫിക്കുള്ള ഏരിയയിലൂടെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ലേറ്റ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും 8 മണി കഴിയും. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് അവിടെ എത്തുകയെന്ന് ഒരു ഐഡിയ ഇല്ല. ഈ സമയമാകുമ്പോഴേ എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്ന സമയമല്ലേ, അപ്പോൾ റോട്ടിലൊക്കെ നല്ല തിരക്കായിരിക്കും ഉണ്ടാവുക. ഏകദേശം ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ സേഫ് ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് എത്തുമായിരിക്കും. അങ്ങനെ ഓഫീസിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹുസ്ന, എൻ്റെ കൊളീഗാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ഓഫീസിൽ എല്ലാവരും എത്തിയിട്ടില്ല, കുറച്ച് പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് പേര് എത്താനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ്, ഇതാണ് ഞങ്ങളെ വർക്ക് സ്പേസ്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് സുഹൈൽ കേട്ടോ, ഞങ്ങളെ ഓഫീസിലെ അക്കൗണ്ടൻ്റാണ്. പിന്നെ ഇവിടെയൊക്കെ ആളുകൾ വരാനുണ്ട്, കുറേ പേരിന് എത്താനുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്പേസ്, ഞാനിവിടെയാണ് ഇരിക്കാറ്. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഒരു 5-5:15 ആയിട്ടുണ്ട് സമയം. എനിക്ക് പോകാനുള്ള ബസ്സാണ് നിൽക്കുന്നത്. ഞാൻ നടന്നിട്ട് അങ്ങോട്ട് എത്തൂല. അപ്പോൾ ഇന്ന് ബസ് മിസ്സായി. പിന്നെ അടുത്ത ബസ് വരണമെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് കഴിയണം. പെട്ടെന്നൊന്നും ഞാൻ സ്റ്റേ ചെയ്യുന്ന ഏരിയക്ക്
ഇവിടുന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരു മുക്കാൽ മണിക്കൂറോളം ഒക്കെ എടുക്കും. പിന്നെ ഞാൻ ആദ്യം ബസ്സിൽ, പിന്നെ ട്രെയിനിൽ, പിന്നെ നടന്നിട്ട് അങ്ങനെയൊക്കെയാണ് പോവാറ്. അപ്പോൾ ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ, അപ്പോൾ ഇവിടുത്തെ നല്ലൊരു വ്യൂ ഉണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ടാണ്, നല്ല രസമുണ്ട്. ഇനി ഞാൻ ഒറ്റക്കാണ് കേട്ടോ ബസ് സ്റ്റോപ്പിൽ. സാധാരണ എൻ്റെ കൂടെ ഹുസ്നി ഉണ്ടാവാറുണ്ട്, ഇന്ന് അവളെ ഇറങ്ങാൻ ലേറ്റായി, അപ്പോൾ ഞാൻ ഒറ്റക്കാണ്. പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ട്. ഇനി ഏതായാലും ഞാൻ ബസ്സിൽ കയറട്ടെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ബസ്സിലുള്ള യാത്ര കഴിഞ്ഞ് ഇനി ഞാൻ ട്രെയിനിലുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സംഭവം 15 മിനിറ്റുള്ളൂ കാറിന് പോകാനെന്നുണ്ടെങ്കിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ കൂടെ ആയിട്ട് വരുമ്പോൾ എന്തോ ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവും കേട്ടോ വീട്ടിലെത്തുമ്പോഴേക്കും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷൻ കേട്ടോ. എനിക്ക് ഈ മെട്രോ സ്റ്റേഷൻ നല്ല ഇഷ്ടമാണ്, കാരണം ഇവിടേക്ക് വന്നാൽ ഒരു എയർപോർട്ടൊക്കെ വന്ന പോലെയാണ്, നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും, നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ട്രെയിനിലും ബസ്സിലൊക്കെ ഉള്ള യാത്ര കഴിഞ്ഞ് ഇനി നടന്നിട്ടുള്ള യാത്രയാണ് ഞാൻ തുടങ്ങാൻ പോണത്. അപ്പോൾ ഞാൻ ഇക്കൻ്റെ ഷോപ്പിൻ്റെ അത് കൂടാണ് കേട്ടോ പോവുക. ഇക്ക ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഒരു ചായക്കട ഉണ്ട്, കിങ് ടീ എന്ന് പറയും, അവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്. സ്ഥിരമല്ല, ഇടക്കിടക്കൊക്കെ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഇക്ക അവിടുന്ന് നടന്ന് വരുന്നുണ്ട്, ഞാനിവിടെ കിങ് ടീൻ്റെ അവിടെ ഇക്കനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കിങ് ടീയിൽ നിന്ന് ഉന്നക്കായ ഉണ്ട്, ചിക്കൻ പൊട്ടിത്തെറിച്ചതോ ചിക്കൻ ലോലിപ്പോപ്പോ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചായ അടിക്കാൻ വരുമ്പോൾ കാണലുണ്ട്, നമ്മളെ ഫ്രണ്ട്സൊക്കെയാണ്. പിന്നെ ചായ കൂടി കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി. ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി നിന്നതായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ ആരും കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, നേരെ റൂമിൽ കയറി, പിന്നെ ഒന്ന് ഫ്രഷായി, പിന്നെ നിസ്കാരം, നാട്ടിലേക്ക് ഫോൺ വിളിക്കൽ, അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. നാട്ടിലേക്ക് നേരത്തെ വിളിക്കണം, അല്ലെങ്കിൽ അവർ ഉറങ്ങിപ്പോവും, സമയം ഡിഫറെൻ്റ് ആണല്ലോ ഇവിടുത്തെ അവിടുത്തെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ ഒരാൾ, ദുവ, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. ഫ്രണ്ടാണ് മിന്നും ഫാമിലിയും നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് കേട്ടോ സ്റ്റേ. അപ്പോൾ ഇവൾ നമ്മളെ കൂടെ എപ്പോഴും കമ്പനിക്ക് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കാണാം. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. മിന്നു, ദുവ, പിന്നെ സെനു ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബേക്കറി ഉണ്ട്. പിന്നെ മിന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താണ് കൊഴുക്കട്ടെ അങ്ങനെ എന്തോ ആണോ അതിൻ്റെ പേര് പറഞ്ഞത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഉള്ളിൽ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് അടിപൊളി സാധനമാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ദുവൻ്റെ കോമാളി കളികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് അവൾ ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അതൊക്കെ കണ്ടിരുന്ന് ഞാനും മിന്നും കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന്. ഞങ്ങളാണെങ്കിൽ ഇന്ന് രാത്രി ഫുഡും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഒന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണമെന്ന് ഇക്കയും സുഹൈർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് പുറത്ത് പോവുകയാണ്. ഇതാണ് കേട്ടോ നമ്മളെ മിന്നും ഹസ്ബൻഡും, മിന്നും സുഹൈർക്കും.
ടേസ്റ്റ് ഉണ്ടോ അതോ സൂപ്പറാ അങ്ങനല്ല അങ്ങനെ ഗുഡ്. ഇന്നത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി പോയിട്ട് കുറേ പണികളുണ്ട്, ഡ്രസ്സൊക്കെ അലക്കി ഇടാനൊക്കെ ഉണ്ട്, പിന്നെ വേറെയും കുറേ പ്രിപ്പറേഷൻസൊക്കെ ഉണ്ട് നാളെ പോകാനുള്ള. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് അലക്കിയത് ഇടാൻ വേണ്ടിയിട്ട് ടെറസിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ദുവ ഞങ്ങളെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എവിടെ പോകുമ്പോഴും അവൾ ഞങ്ങളെ കൂടെ ഉണ്ടാവും, പക്ഷേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ മാത്രം അവൾ ഞങ്ങളെ കൂടെ വരില്ല. ബാക്കി സമയമൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ ഓൾ.